മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവും തടവ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, അത് കേസ് വളരെ നിർണായകമായ കേസാണ്, കേരളം ഉറ്റുനോക്കിയ കേസാണ് എന്ന് മാത്രമല്ല ഇയാളുടെ മൃതദേഹം കിട്ടാത്തത് കാരണം അത് വലിയ തെളിവിൻ്റെ പ്രശ്നമുണ്ടോ എന്ന ആശങ്കയുണ്ടായിരുന്ന കേസാണ്. എന്തായാലും അതിനെ പ്രോസിക്യൂഷൻ വളരെ ഫലപ്രദമായി മറികടന്നിരിക്കുന്നു. ആ പ്രതിക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്തിരിക്കുന്നു. വിപിൻ, അതേ അഷ്മി, ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. മഞ്ചേരിയിലെ 1ാം ക്ലാസ് അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ഇപ്പോൾ ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസം തടവുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2ാം പ്രതിയായിട്ടുള്ള ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും തടവ്. 6ാം പ്രതിയായിട്ടുള്ള നിഷാദ് 3 വർഷവും 9 മാസവും തടവ്. ഇങ്ങനെയാണ് ശിക്ഷ. ഒപ്പം തന്നെ 1ാം പ്രതി 2 ലക്ഷം രൂപയാണ് പിഴയായി ഒടുക്കേണ്ടത്. 2ാം പ്രതിക്ക് 15,000 രൂപയും 6ാം പ്രതിക്ക് 15,000 രൂപയും. ഇങ്ങനെയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏറെ വിവാദമായിട്ടുള്ള, ഏറെ കുലക്കം സൃഷ്ടിച്ച ഈ കേസിൽ 12 പേരാണ് വിചാരണ നേരിട്ടത്. ഈ 12 പേരിൽ 9 പേരെ വെറുതെ വിട്ടിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള 3 പേരാണ് കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത്. അതിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ എത്രത്തോളം ഈ അപ്പീലിന് പോകുമോ, എത്രത്തോളം തൃപ്തിയുണ്ട് എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പ്രോസിക്യൂട്ടർ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പോക്സോ കോടതിയുടെ മുൻപിലാണ്, ഈ കോടതിയുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിനെ സംബന്ധിച്ച് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന്, അതായത് മൂലക്കുരുവിൻ്റെ ഒറ്റമൂലി അറിയണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഏകദേശം 1 വർഷത്തോളം മുക്കട്ടയിലുള്ള 1ാം പ്രതി ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ അതിക്രൂരമായി തടങ്കലിൽ പാർപ്പിക്കുകയും പിന്നീട് ഈ ഒറ്റമൂലി രഹസ്യം പറഞ്ഞു കൊടുക്കാത്ത കാരണം കൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളതുമാണ് കേസ്. അതിനുശേഷം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളുകയായിരുന്നു. ഇത് തള്ളിയതിനു ശേഷം ഏകദേശം 2020 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നുണ്ടെങ്കിലും 2022 കൂടിയാണ് ഈ ഒരു കൊലപാതകം പുറം ലോകം അറിയുന്നത്. അത് ഈ പങ്കാളികൾ, ഷൈബിൻ അഷ്റഫിന്റെ പങ്കാളികൾ കൂട്ടമായി തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കൽ വരികയും തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നറിയിച്ചുകൊണ്ട് അത് വലിയ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വധം ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. അതിൽ തന്നെ ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടിനാരിഴയാണ് ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായി മാറിയത്. ഒപ്പം തന്നെ ഈ കേസിലെ 7ാം പ്രതിയായിരുന്ന നൌഷാദ്, സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള നൌഷാദ് കൂറുമാറുകയും മാപ്പുസാക്ഷിയാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ തടങ്കലിൽ പാർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നൌഷാദ് പോലീസിന് കൈമാറുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ, കേരളത്തിന്റെ കേസന്വേഷണ ചരിത്രത്തിൽ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു കേസിൽ ശാസ്ത്രീയ തെളിവുകളും ഒപ്പം തന്നെ ഈ മൊഴികളും മാത്രമായിരുന്നു അടിസ്ഥാനം. അതിലാണ് ഏകദേശം 1 വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടുകയും അതിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതിൽ പൂർണ്ണമായ തൃപ്തിയുണ്ട്. കാരണം പ്രത്യേകമായിട്ട് നടത്തിയ ഒരു DNA പരിശോധനയിലൂടെയാണ് ആ ഒരു ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു മുടിനാരിഴ അത് ഷാബാസ് ഷെരീഫിൻ്റെതാണ് എന്നുള്ളത് തെളിഞ്ഞതാണ് ഈ കേസിൽ ഏറ്റവും ആദ്യം നിർണായകമായത്. ഒപ്പം തന്നെ ഈ മൊഴികളും ഉണ്ടായിരുന്നു. ഒപ്പം ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഷൈബിൻ അഷ്റഫ് ആണ് എന്നുള്ളത് ഷാബാസ് ഷെരീഫിന്റെ കുടുംബം തിരിച്ചറിയുക കൂടി ചെയ്തതോടെ ഈ കേസിന് കൂടുതൽ പ്രോസിക്യൂട്ടറിന് അത് ബലമായി മാറി. 80ഓളം സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചിരിക്കുന്നത്. അതിലാണിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വകുപ്പുകളാണ് ഈ കേസിൽ തെളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. മറ്റൊന്നുള്ളത് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ. ഈ 3 കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഇതിൽ അത് ചുരുങ്ങാനുള്ള ഒരു കാരണം ബോധപൂർവം അല്ല. അതായത് ഈ ഒരു ഒറ്റമൂലി രഹസ്യം അറിയുന്നതിന് വേണ്ടി ക്രൂരമായി മർദ്ദിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. അതാണ് തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത് ഇതിൽ കൂടുതൽ ബലമാവുകയും അത് ഇതിൽ തെളിയുകയും ചെയ്തത്. ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ഇതിൽ വന്നിരിക്കുന്നു. 9 പ്രതികളെ, അതായത് ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഫസ്നെ ഉൾപ്പെടെയുള്ളവരെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടു. 3 പ്രതികൾക്കാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അവർക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 1ാം പ്രതിക്ക് 11 വർഷവും 2ാം പ്രതിക്കും 3ാം പ്രതിക്കും 6 വർഷവും വീതവുമാണ് ഇപ്പോൾ ശിക്ഷയായി വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പിഴ ഒടുക്കുകയും വേണം. ആഷ്മി.